പ്രിയരെ, സങ്കീർത്തന മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇത് എഫേസോസ് 4-ാം അധ്യായത്തിൽ നിന്നുള്ള മുഴുവൻ ചോദ്യോത്തരങ്ങളാണ്. ഇനി നേരെ ചോദ്യോത്തരങ്ങളിലേക്ക്. 1. എഫേസോസ് 4-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 32 വാക്യങ്ങൾ. 2. എഫേസോസ് 4-ാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട്? 4 ശീർഷകങ്ങൾ. 3. എഫേസോസ് 4-ാം അധ്യായത്തിലെ ആദ്യ ശീർഷകം എന്താണ്? ഐക്യത്തിന് ആഹ്വാനം. 4. എഫേസോസ് 4:1 പ്രകാരം പൗലോസ്ലീഹ തടവുകാരനായി തീർന്നിരിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? കർത്താവിനു വേണ്ടി. 5. കർത്താവിനു വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന പൗലോസ്ലീഹ എഫേസോസുകാരോട് അപേക്ഷിക്കുന്നത് എന്താണ്? എഫേസോസുകാർക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കാൻ. 6. പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ എഫേസോസുകാർ എങ്ങനെ വർത്തിക്കണമെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? സ്നേഹപൂർവം, അന്യോന്യം, സഹിഷ്ണുതയോടെ. 7. ആത്മാവിൻ്റെ ഐക്യം നിലനിർത്തേണ്ടത് എങ്ങനെയാണ്? സമാധാനത്തിൻ്റെ ബന്ധത്തിൽ. 8. പൗലോസ്ലീഹ എഫേസോസുകാരോട് ജാഗരൂകരായിരിക്കാൻ പറയുന്നത് എന്തിനാണ്? സമാധാനത്തിൻ്റെ ബന്ധത്തിൽ, ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ. 9. എഫേസോസുകാരെ വിളിക്കപ്പെട്ടത് എന്തിലാണ്? ഒരേ പ്രത്യാശയിൽ. 10. എഫേസോസ് 4:4 പ്രകാരം സഭയുടെ ഐക്യത്തിന് ആധാരമായി പൗലോസ്ലീഹ പറയുന്നവ എത്രയാണ്? അവ ഏവ? 3 കാര്യങ്ങൾ: ഒരു പ്രത്യാശ, ഒരു ശരീരം, ഒരു ആത്മാവ്. 11. എഫേസോസ് 4:5 പ്രകാരം സഭയുടെ ഐക്യത്തിന് ആധാരമായി പൗലോസ്ലീഹ പറയുന്നവ എത്രയാണ്? അവ ഏവ? 3 കാര്യങ്ങൾ: ഒരു കർത്താവ്, ഒരു വിശ്വാസം, ഒരു ജ്ഞാനസ്നാനം. 12. ഒരു സമൂഹവും ശരീരവുമായി രൂപപ്പെടുത്തിയ സഭയുടെ ഐക്യത്തിന് ആധാരമായ എത്ര കാര്യങ്ങളാണ് പൗലോസ്ലീഹ പറയുന്നത്? അവ ഏവ? 7 കാര്യങ്ങൾ: ഒരു പ്രത്യാശ, ഒരു ശരീരം, ഒരു ആത്മാവ്, ഒരു കർത്താവ്, ഒരു വിശ്വാസം, ഒരു ജ്ഞാനസ്നാനം, ഒരു ദൈവം. 13. എഫേസോസ് 4:6 പൗലോസ്ലീഹ ദൈവത്തിന് നൽകുന്ന വിശേഷണം എന്താണ്? സകലതിലുപരിയും സകലതിലൂടെയും സകലതിലും വർത്തിക്കുന്നവനും നമ്മുടെയെല്ലാം പിതാവുമായ ദൈവം. 14. എഫേസോസ് 4-ാം അധ്യായം 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകം എന്താണ്? കൃപാവരങ്ങളുടെ വൈവിധ്യം. 15. നമുക്കോരോരുത്തർക്കും എന്തിനനുസൃതമായാണ് കൃപ നൽകപ്പെട്ടിരിക്കുന്നത്? ക്രിസ്തുവിൻ്റെ ദാനത്തിനനുസൃതമായി. 16. ക്രിസ്തുവിൻ്റെ ദാനത്തിനനുസൃതമായി കൃപ ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? നമുക്കോരോരുത്തർക്കും. 17. ക്രിസ്തു ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ കൂടെ കൊണ്ടുപോയത് ആരെയാണ്? അസംഖ്യം തടവുകാരെ. 18. ക്രിസ്തു അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോയത് എപ്പോഴെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ക്രിസ്തു ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ. 19. എഫേസോസ് 4:8 പ്രകാരം ക്രിസ്തു മനുഷ്യർക്ക് എന്താണ് നൽകിയത്? ദാനങ്ങൾ. 20. എഫേസോസ് 4:9 എത്ര ചോദ്യങ്ങളാണുള്ളത്? 2 ചോദ്യങ്ങൾ. 21. എഫേസോസ് ലേഖനത്തിലെ ആദ്യ ചോദ്യം എന്താണ്? അവൻ ആരോഹണം ചെയ്തു എന്നതിൻ്റെ അർത്ഥമെന്താണ്? 22. എഫേസോസ് ലേഖനത്തിലെ രണ്ടാമത്തെ ചോദ്യം എന്താണ്? അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്നുകൂടിയല്ലേ? 23. ക്രിസ്തു ആരോഹണം ചെയ്തു എന്നതിൻ്റെ അർത്ഥമെന്താണ്? ക്രിസ്തു ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്ന്. 24. ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയത് ആരാണ്? ആരോഹണം ചെയ്ത ക്രിസ്തു. 25. എല്ലാ സ്വർഗങ്ങൾക്കും ഉപരി ആരോഹണം ചെയ്തത് ആരാണ്? ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയവൻ. 26. ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയവൻ എല്ലാ സ്വർഗങ്ങൾക്കും ഉപരി ആരോഹണം ചെയ്തത് എന്തിനു വേണ്ടിയാണ്? എല്ലാ വസ്തുക്കളെയും പൂരിതമാക്കാൻ. 27. എത്ര തരം വരങ്ങളെക്കുറിച്ചാണ് എഫേസോസ് 4:11 പൗലോസ്ലീഹ പറയുന്നത്? 5 തരം
വരങ്ങളെക്കുറിച്ച്. 28 എഫേസോസ് 4:11 പ്രകാരം ക്രിസ്തു ചിലർക്ക് നൽകിയ ആദ്യ വരം എന്താണ്? അപ്പസ്തോലന്മാർ ആകാനുള്ള വരം. 29 എഫേസോസ് 4:11 പ്രകാരം ക്രിസ്തു ചിലർക്ക് നൽകിയ രണ്ടാമത്തെ വരം എന്താണ്? പ്രവാചകന്മാർ ആകാനുള്ള വരം. 30 എഫേസോസ് 4:11 പ്രകാരം ക്രിസ്തു ചിലർക്ക് നൽകിയ മൂന്നാമത്തെ വരം എന്താണ്? സുവിശേഷ പ്രഘോഷകന്മാർ ആകാനുള്ള വരം. 31 എഫേസോസ് 4:11 പ്രകാരം ക്രിസ്തു ചിലർക്ക് നൽകിയ നാലാമത്തെ വരം എന്താണ്? ഇടയന്മാർ ആകാനുള്ള വരം. 32 എഫേസോസ് 4:11 പ്രകാരം ക്രിസ്തു ചിലർക്ക് നൽകിയ അഞ്ചാമത്തെ വരം എന്താണ്? പ്രബോധകന്മാർ ആകാനുള്ള വരം. 33 അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകരും മറ്റും ആകാൻ ക്രിസ്തു വരം നൽകിയത് ആർക്കാണ്? ചിലർക്ക്. 34 ക്രിസ്തു ചിലർക്ക് 5 ശുശ്രൂഷകൾക്കുള്ള വരം നൽകിയത് എത്ര കാര്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ടിയാണ്? 3 കാര്യങ്ങൾ. 35 ക്രിസ്തു ചിലർക്ക് 5 ശുശ്രൂഷകൾക്കുള്ള വരം നൽകിയത് ആദ്യം എന്ത് ചെയ്യാൻ വേണ്ടിയാണ്? വിശുദ്ധരെ പൂർണ്ണരാക്കുന്നതിന്. 36 ക്രിസ്തു ചിലർക്ക് 5 ശുശ്രൂഷകൾക്കുള്ള വരം നൽകിയത് രണ്ടാമത് എന്ത് ചെയ്യാൻ വേണ്ടിയാണ്? ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിന്. 37 ക്രിസ്തു ചിലർക്ക് 5 ശുശ്രൂഷകൾക്കുള്ള വരം നൽകിയത് മൂന്നാമത് എന്ത് ചെയ്യാൻ വേണ്ടിയാണ്? ക്രിസ്തുവിന്റെ ശരീരത്തെ പണിതുയർത്താൻ. 38 ക്രിസ്തുവിൽ നിന്ന് ശുശ്രൂഷകൾക്കുള്ള വരം കിട്ടിയവരെല്ലാം എന്തിലൊക്കെ എത്തിച്ചേരുന്നത് വരെ അത് തുടരേണ്ടിയിരിക്കുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. വിശ്വാസത്തിന്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും എത്തിച്ചേരുന്നത് വരെ. 39 ക്രിസ്തുവിൽ നിന്ന് ശുശ്രൂഷകൾക്കുള്ള വരം കിട്ടിയവരെല്ലാം എന്ത് ചെയ്യുന്നത് വരെ അത് തുടരേണ്ടിയിരിക്കുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ക്രിസ്തുവിന്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാകുകയും ചെയ്യുന്നത് വരെ. 40 എഫേസോസ് 4:13 പ്രകാരം എന്തനുസരിച്ചാണ് പക്വതയാർന്ന മനുഷ്യരാകേണ്ടത്? ക്രിസ്തുവിന്റെ പരിപൂർണതയുടെ അളവനുസരിച്ച്. 41 വിശ്വാസത്തിന്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും എത്തിച്ചേരുകയും ക്രിസ്തുവിൽ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാകുകയും ചെയ്യുന്നതുവരെ തങ്ങൾക്ക് ലഭിച്ച വരം തുടരേണ്ടത് ആരാണ്? ക്രിസ്തുവിൽ നിന്ന് ശുശ്രൂഷാവരം സ്വീകരിച്ചവർ. 42 നമ്മെ തെറ്റിന്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ എന്താണ് ചെയ്യുന്നത്? കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശം. 43 നാം ഇനിമേൽ തെറ്റിന്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന എന്തിൽ ആടി ഉലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ. 44 നാം ഇനിമേൽ തെറ്റിന്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടി ഉലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ആര് ആകരുതെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ശിശുക്കളാകരുത്. 45 എഫേസോസ് 4:15 പ്രകാരം നമ്മുടെ ശിരസ് ആരാണ്? ക്രിസ്തു. 46 ശിരസ്സായ ക്രിസ്തുവിലേക്ക് നാം എല്ലാവിധത്തിലും വളരേണ്ടത് എങ്ങനെയാണ്? സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട്. 47 സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് നാം എല്ലാവിധത്തിലും ആരിലേക്ക് വളരേണ്ടിയിരിക്കുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ശിരസ്സായ ക്രിസ്തുവിലേക്ക്. 48 ആര് വഴിയാണ് ശരീരം മുഴുവൻ ഓരോ സന്ധിബന്ധവും അതാതിൻ്റെ ജോലി നിർവഹിക്കത്തക്ക വിധം സമന്വയിക്കപ്പെട്ട് വളരുകയും സ്നേഹത്തിൽ രൂപപ്പെടുകയും ചെയ്യുന്നത്? ക്രിസ്തു വഴി. 49 അവൻ വഴി ശരീരം മുഴുവൻ ഡാഷ് അതാതിൻ്റെ ജോലി നിർവഹിക്കത്തക്ക വിധം സമന്വയിക്കപ്പെട്ട് വളരുകയും സ്നേഹത്തിൽ രൂപപ്പെടുകയും ചെയ്യുന്നു. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഓരോ സന്ധിബന്ധവും. 50 ക്രിസ്തു വഴി ശരീരം മുഴുവൻ
ഓരോ സന്ധിബന്ധവും അതാതിൻ്റെ ജോലി നിർവഹിക്കത്തക്ക വിധം സമന്വയിക്കപ്പെട്ട് വളരുകയും എന്തിൽ രൂപപ്പെടുകയുമാണ് ചെയ്യുന്നത്? സ്നേഹത്തിൽ. 51. എഫേസോസ് 4-ാം അധ്യായം 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകമെന്താണ്? ക്രിസ്തുവിൽ നവജീവിതം. 52. കർത്താവിൽ പൗലോസ്ലീഹ എഫേസോസുകാരോട് ഉറപ്പിച്ചു പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നത് എന്താണ്? എഫേസോസുകാർ ഇനി ഒരിക്കലും വിജാതീയരെ പോലെ ജീവിക്കരുതെന്ന്. 53. എഫേസോസുകാർ ഇനി ഒരിക്കലും എങ്ങനെയുള്ള വിജാതീയരെ പോലെ ജീവിക്കരുതെന്നാണ് പൗലോസ്ലീഹ കർത്താവിൽ ഉറപ്പിച്ചു പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നത്? വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ. 54. എന്ത് നിമിത്തമാണ് വിജാതീയർക്ക് അജ്ഞത ബാധിച്ചത്? ഹൃദയകാഠിന്യ നിമിത്തം. 55. ഹൃദയകാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ച വിജാതീയരുടെ ബുദ്ധിയിൽ എന്ത് നിറഞ്ഞാണ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടത്? അന്ധകാരം. 56. ഹൃദയകാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ച വിജാതീയർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് എന്തിൽ നിന്നാണ് അകറ്റപ്പെട്ടിരിക്കുന്നത്? ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന്. 57. ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ട മനസ്സ് മരവിച്ച വിജാതീയർ തങ്ങളെ തന്നെ സമർപ്പിച്ചത് എന്തിനാണ്? ഭോഗാസക്തിക്ക്. 58. ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ട മനസ്സ് മരവിച്ച വിജാതീയർ ആവേശത്തോടെ മുഴുകിയത് എന്തിലാണ്? എല്ലാത്തരം അശുദ്ധികളിലും. 59. ഇതല്ല എഫേസോസുകാർ ക്രിസ്തുവിൽ നിന്ന് പഠിച്ചതെന്ന് പറയുന്ന പൗലോസ്ലീഹ എന്താണ് ക്രിസ്തു അവരെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത്? സത്യം തന്നിലായിരിക്കുന്നത് പോലെ തന്നെ. 60. എഫേസോസുകാരുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ടത് എന്താണ്? വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യൻ. 61. വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ എഫേസോസുകാരുടെ പഴയ മനുഷ്യൻ രൂപം കൊണ്ടത് എങ്ങനെയാണ്? എഫേസോസുകാരുടെ പഴയ ജീവിത രീതിയിൽ നിന്ന്. 62. എഫേസോസുകാരുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ എന്ത് ചെയ്യാനാണ് പൗലോസ്ലീഹ ആഹ്വാനം ചെയ്യുന്നത്? ദൂരെ എറിയാൻ. 63. എഫേസോസുകാർ നവീകരിക്കേണ്ടത് എന്തിലാണ്? മനസ്സിൻ്റെ ചൈതന്യത്തിൽ. 64. എന്തിലൊക്കെ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കാനാണ് എഫേസോസുകാരോട് പൗലോസ്ലീഹ ആവശ്യപ്പെടുന്നത്? യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ. 65. എഫേസോസ് 4-ാം അധ്യായം 25 മുതൽ 32 വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകമെന്താണ്? വർജിക്കേണ്ട തിന്മകൾ. 66. തങ്ങളുടെ അയൽക്കാരോട് എല്ലാവരും എങ്ങനെ സംസാരിക്കണമെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? വ്യാജം വെടിഞ്ഞ് സത്യം സംസാരിക്കണം. 67. എല്ലാവരും അയൽക്കാരോട് എന്ത് വെടിഞ്ഞാണ് സത്യം സംസാരിക്കേണ്ടത്? വ്യാജം വെടിഞ്ഞ്. 68. വ്യാജം വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് സത്യം സംസാരിക്കണമെന്ന് പൗലോസ്ലീഹ പറയുന്നത് എന്തുകൊണ്ടാണ്? നാം ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് എന്നതിനാൽ. 69. കോപിക്കാം, എന്നാൽ എന്ത് ചെയ്യരുതെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? പാപം ചെയ്യരുത്. 70. നിങ്ങളുടെ കോപം ഏതുവരെ നീണ്ടു പോകാതിരിക്കട്ടെ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? സൂര്യൻ അസ്തമിക്കുന്നത് വരെ. 27. ആർക്ക് അവസരം കൊടുക്കരുത് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? സാത്താന്. 72. മോഷ്ടാവ് ഇനിമേൽ എന്ത് ചെയ്യരുതെന്നാണ് എഫേസോസ് 4:28 പറയുന്നത്? മോഷ്ടിക്കരുത്. 73. മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുതെന്ന് പറയുന്ന പൗലോസ്ലീഹ അവനോട് ആവശ്യപ്പെടുന്നത് എന്താണ്? സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി ജോലി ചെയ്യട്ടെ എന്ന്. 74. എന്തിനു വേണ്ടി മോഷ്ടാവ് സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി ജോലി ചെയ്യട്ടെ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്?
അവൻ ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിനു വേണ്ടി. 75 എഫേസോസുകാരുടെ അധരങ്ങളിൽ നിന്ന് എന്ത് പുറപ്പെടാതിരിക്കട്ടെ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? തിന്മയുടെ വാക്കുകൾ. 76 കേൾവിക്കാർക്ക് എന്ത് പ്രദാനം ചെയ്യുന്നതിനായാണ്? അവരുടെ ഉന്നതിക്ക് ഉതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കാനാണ് പൗലോസ്ലീഹ പറയുന്നത്. ആത്മീയ ചൈതന്യം. 77 കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പകരുന്നതിന് സന്ദർഭമനുസരിച്ച് എന്ത് സംസാരിക്കാനാണ് പൗലോസ്ലീഹ ആവശ്യപ്പെടുന്നത്? അവരുടെ ഉന്നതിക്ക് ഉതകും വിധം നല്ല കാര്യങ്ങൾ. 78 രക്ഷയുടെ ദിനത്തിനു വേണ്ടി എഫേസോസുകാരെ മുദ്രിതരാക്കിയത് ആരാണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. 79 രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ആരെ വേദനിപ്പിക്കരുത് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ. 80 എല്ലാ തിന്മകളോടുകൂടെ എത്ര തിന്മകൾ ഉപേക്ഷിക്കാനാണ് എഫേസോസുകാരോട് പൗലോസ്ലീഹ പറയുന്നത്? 5 തിന്മകൾ. 81 എല്ലാ തിന്മകളോടും കൂടെ എന്തൊക്കെ ഉപേക്ഷിക്കാനാണ് പൗലോസ്ലീഹ എഫേസോസുകാരോട് പറയുന്നത്? സകല വിദ്വേഷവും, ക്ഷോഭവും, ക്രോധവും, അട്ടഹാസവും, ദൂഷണവും. 82 ദൈവം ആരുവഴി എഫേസോസുകാരോട് ക്ഷമിച്ചതുപോലെ എഫേസോസുകാരും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാദ്രതയോടെ പെരുമാറുവിൻ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ദൈവം ക്രിസ്തു വഴി. 83 ദൈവം ക്രിസ്തു വഴി എഫേസോസുകാരോട് ക്ഷമിച്ചതുപോലെ എഫേസോസുകാരും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും എങ്ങനെ പെരുമാറുവിൻ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഹൃദയാദ്രതയോടെ. 84 ദൈവം ക്രിസ്തു വഴി എഫേസോസുകാരോട് ക്ഷമിച്ചതുപോലെ എഫേസോസുകാരും എങ്ങനെ ഹൃദയാദ്രതയോടെ പെരുമാറുവിൻ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും പെരുമാറുവിൻ എന്ന്. 85 എഫേസോസ് 4:2 സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ്? കൊളോസോസ് 3-ാം അധ്യായം 12-13 വാക്യങ്ങൾ. 86 എഫേസോസ് 4:8 സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ്? സങ്കീർത്തനങ്ങൾ 68-ാം അധ്യായം 16-ാം വാക്യം. 87 എഫേസോസ് 4-ാം അധ്യായം 15-16 വാക്യങ്ങൾക്ക് സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ്? കൊളോസോസ് 1-ാം അധ്യായം 19-ാം വാക്യം.